ചൊക്രമുടി കയ്യേറ്റത്തിൽ നടപടിയെടുക്കുന്നു റവന്യൂ വകുപ്പ്. 4 പട്ടയങ്ങൾ റദ്ദാക്കുകയും 13.79 ഏക്കർ തിരിച്ചുപിടിക്കുകയും ചെയ്തു. കയ്യേറ്റക്കാർക്കെതിരെ വ്യാജരേഖാ നിർമ്മാണത്തിനടക്കം കേസെടുത്തിരിക്കുന്നു. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ചേരുകയാണ്. ജെയിൻ, ഈ അനധികൃതമായിട്ടുള്ള ഇത്തരത്തിലുള്ള നടപടികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല ദിവസങ്ങളിലായി നൽകിയിട്ടുള്ള റിപ്പോർട്ടുകൾക്ക് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു നടപടി ഉണ്ടാകുന്നത്. എങ്ങനെയാണ് റവന്യൂ വകുപ്പ് ഇതിൽ വടിയെടുക്കുന്നത്? അക്ഷയ, നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു മേഖലയിൽ നടന്ന കയ്യേറ്റമാണ്. ഇവിടെ വലിയ രീതിയിൽ മണ്ണ് ഇടിച്ച് പാറ പൊട്ടിച്ച് നടന്ന കയ്യേറ്റങ്ങളാണ്. ഏതാണ്ട് 25 ഏക്കറോളം സ്ഥലത്ത് കയ്യേറ്റം നടന്നിട്ടു. ഇതിൽ പട്ടയമുണ്ട് എന്ന് ഈ കൈവശക്കാർ അല്ലെങ്കിൽ കയ്യേറ്റക്കാർ അവകാശപ്പെട്ടിരുന്നത് 13 ഏക്കറോളം സ്ഥലത്താണ്. ആ 13 ഏക്കർ സ്ഥലത്തിന്റെ പട്ടയമാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് റദ്ദാക്കിയിരിക്കുന്നത്. അത് പൂർണ്ണമായും സർക്കാരിലേക്ക് കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും നമ്മൾ വാർത്തയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ശരിയാണ് എന്നുള്ളതാണ് ഈ അന്വേഷണത്തിന്റെ അവസാനം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഭൂമി ക്രമവിരുദ്ധമായിട്ടാണ് പട്ടയം ലഭിച്ചത്. അല്ലെങ്കിൽ 1964 ഭൂപതിവ് നിയമപ്രകാരം പട്ടയം നൽകിയ ഭൂമിയാണ്. പക്ഷേ പട്ടയം ജനുവിനായിരുന്നെങ്കിലും ഈ പട്ടയം സ്ഥാപിച്ചത് മറ്റൊരു സ്ഥലത്തായിരുന്നു എന്നുള്ളതാണ് റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തൽ. അതായത് എവിടെയോ നൽകിയ ഒരു പട്ടയത്തിന്റെ മറവിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് ഈ പട്ടയം സ്ഥാപിക്കുകയും അവിടെ കയ്യേറ്റം നടത്തുകയുമായിരുന്നു എന്ന നമ്മുടെ വാർത്ത പൂർണ്ണമായും ഈ അന്വേഷണത്തിന്റെ അവസാനത്തിൽ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. പാറ പുറമ്പോക്കായി സർക്കാർ പാറ പുറമ്പോക്കായി നീക്കിവെച്ചിരുന്ന അല്ലെങ്കിൽ ആർക്കും പട്ടയം കൊടുക്കാൻ അവിടെ യാതൊരു രീതിയിലും കൃഷിക്ക് അനുയോജ്യമല്ലാത്ത ഒരു സ്ഥലമാണ് ഇത് എന്നുള്ളതായിരുന്നു നമ്മുടെ വാർത്ത. അത് ഈ അന്വേഷണ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് പാറ പുറമ്പോക്കാണ്. അത് അവിടെ ആർക്കും പട്ടയം കൊടുക്കാൻ കഴിയാത്ത ഒരു സ്ഥലമാണ്. അവിടെ മറ്റെവിടെയോ നൽകിയ ഒരു ആ പട്ടയം അവിടെ സ്ഥാപിക്കുകയായിരുന്നു. ഈ പട്ടയം കിട്ടിയ ആൾ സംബന്ധിച്ച് അവിടെ തമിഴ് ആൾക്കാർക്കാണ് പട്ടയം ലഭിച്ചത്. പക്ഷെ അവരുടെ ഭൂമി വർഷങ്ങൾക്ക് മുമ്പ് 1970 മുമ്പ് തന്നെ അത് അന്യാധീനപ്പെട്ടു പോയിരുന്നു. അതിനുശേഷം റവന്യൂ ഉദ്യോഗസ്ഥരുടെയോ പലരുടെയോ സഹായത്തോടു കൂടി ഈ പട്ടയ രേഖകൾ സംഘടിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കരമടയ്ക്കുകയും ആ കരമടച്ച പട്ടയം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് കയ്യേറ്റം നടത്തുകയുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദേവികുളം സബ് കളക്ടറുടെ ഒരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ 4 പട്ടയങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 50ഓളം പേരാണ് അവിടെ ഈ കയ്യേറ്റ ഭൂമി മുറിച്ച് വിറ്റ് വാങ്ങിയത്. 4 പട്ടയങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഈ 13 ഏക്കറിൽ പരം ഭൂമി അത് തിരിച്ചുപിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ കയ്യേറ്റത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് കയ്യേറ്റക്കാർക്കെതിരെ സർക്കാർ? തീർച്ചയായിട്ടും ആ കാര്യത്തിൽ കൂടി ഈ ഉത്തരവിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. ഈ കയ്യേറ്റക്കാർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. 48 മണിക്കൂറിനകം ഇവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ദേവികുളം സബ് കളക്ടർ എല്ലാ തഹസിൽദാർക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതായത് ഭൂ സംരക്ഷണ നിയമപ്രകാരമാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ മാത്രമാണ് ഉണ്ടായത്. 4 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. പക്ഷെ അവർക്കെതിരെ കൂടി ഇത്തരത്തിലുള്ള ഒരു വിജിലൻസ് അന്വേഷണമോ അല്ലെങ്കിൽ ഇത്തരം കയ്യേറ്റങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടിയോ സ്വീകരിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ ഈ ഉത്തരവിൽ വ്യക്തതയില്ല. അത്തരം നിർദ്ദേശമൊന്നുമില്ല. പക്ഷെ അത്തരം നടപടികൾ കൂടി സ്വീകരിച്ചാൽ മാത്രമേ ഇത്തരം കയ്യേറ്റങ്ങൾ തടയാൻ, റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നടക്കുന്ന ഇത്തരം കയ്യേറ്റങ്ങൾ തടയാൻ കഴിയൂ എന്നുള്ളതാണ്. പക്ഷെ അത്തരം കാര്യങ്ങൾ ഈ ഉത്തരവിൽ എന്തായാലും ഇപ്പോൾ പറയുന്നില്ല. പട്ടയം റദ്ദാക്കിയിട്ടുണ്ട്. കയ്യേറ്റക്കാർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കാൻ എല്ലാ തഹസിൽദാർക്കും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അക്ഷയ.